Hello, welcome back to Learnino. KTU BTech 2024 scheme S3 easy സ്റ്റുഡൻസിനുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ നിങ്ങളുടെ സെമസ്റ്റർ 3യുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. S3യുടെ ഇമ്പോർട്ടൻസ്, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത്, അതിന്റെ സിലബസ് എങ്ങനെയാണ് വരുന്നത്, അതേപോലെ തന്നെ ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ S3യിൽ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് S3 എന്ന് പറയുമ്പോൾ നമുക്ക് S1 S2 പോലെയല്ല, നിങ്ങൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണേണ്ടതാണ്. നമുക്ക് കൂടുതൽ കോർ സബ്ജക്റ്റുകളാണ് ഇനി മുതൽക്ക് അങ്ങോട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ കോർ സബ്ജക്ട് പഠിക്കുക എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതിൽ അപ്പുറമായിട്ട് നമ്മളിപ്പം ബിടെക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗേറ്റ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നവര്, ഗേറ്റ് എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എംടെക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഗേറ്റ് സ്കോർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറെ അധികം കമ്പനീസ് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഗേറ്റ് സ്കോറിന് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഗേറ്റ് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ S3 മുതൽക്കുള്ള കോർ സബ്ജക്റ്റുകൾ നമ്മൾ തറവായിരിക്കണം. അത് തന്നെയാണ് അതിന്റെ സിലബസിൽ വരുന്നത്. ഇനി ടെക്നിക്കൽ എക്സാംസ് ലൈക്ക് ഇപ്പൊ നമുക്ക് ഇപ്പൊ PSCയുടെ ടെക്നിക്കൽ എക്സാംസ്, അതേപോലെ RRBയുടെ എക്സാംസ്, ഇതൊക്കെ നമ്മൾ എഴുതണം എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ എക്സാം എഴുതി നമുക്ക് ഒരു ഗവൺമെന്റ് ജോബ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ജോബിലേക്കൊക്കെ പോകുമ്പോഴും ഈ പറഞ്ഞ കോർ സബ്ജക്ട്സ് ആയിരിക്കും നമുക്ക് വരുന്നത്. അത് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ S3യിലും S5ലും പഠിക്കുന്ന S3, S4, S5 പഠിക്കുന്ന സബ്ജക്ട്സ് ആയിരിക്കും കൂടുതൽ ഈ പരീക്ഷകൾക്ക് വരാം. അതിനുശേഷം നമ്മൾ പഠിക്കുന്ന അഡ്വാൻസ്ഡ് സബ്ജക്ട്സ് ഒന്നും അല്ല പൊതുവെ പരീക്ഷയ്ക്ക് കാണാറുള്ളത്. അതുകൊണ്ടാണ് ഈ S3, S4, S5 സെമസ്റ്ററുകൾക്ക് ഇത്രയും അധികം ഇമ്പോർട്ടൻസ്. കാരണം നമ്മൾ ബേസിക് കോർ നമ്മൾ ഇവിടുന്നാണ് പഠിച്ചു തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ അതായത് ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാതെ നിങ്ങൾ ഒരു ആസ് എ ഒരു പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്നതിന്റെ ഒരു ഫുൾ സീരിയസ്നെസ് കൊടുക്കേണ്ട ഒരു സെമസ്റ്റർ ആണ് S3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഏതൊക്കെയാണ് സബ്ജക്ട് വരുന്നതെന്ന് നോക്കാം. ഫൈൻ, അപ്പൊ നമുക്ക് S3യിൽ നമുക്ക് വരുന്ന സബ്ജക്ട്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് ഒരു മാത്സ് വരുന്നുണ്ട്. നമ്മൾ S1 S2 മാത്സ് പഠിച്ചു, അതേപോലെ S3യിൽ മാത്സ് വരുന്നുണ്ട്. പിന്നെ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് SSD എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട്, അനലോഗ് സർക്യൂട്ട്സ്, ലോജിക് സർക്യൂട്ട് ഡിസൈൻ, ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്, എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സ്, എഞ്ചിനീയറിംഗ് എത്തിക്സ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട്, ഒരെണ്ണം S3യിലും ഒരെണ്ണം S4ലും ആയിട്ട്. അപ്പൊ പകുതി ബ്രാഞ്ചുകാർക്ക് S3യിൽ ഒരു സബ്ജക്ട്, ബാക്കി പകുതി S4. നിങ്ങൾ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പഠിച്ച പോലെ ആയിരിക്കും അത് വരിക. പിന്നെ രണ്ട് ലാബാണ്, ഒരു അനലോഗ് സർക്യൂട്ട്സ് ലാബ്, ഒരു ലോജിക് സർക്യൂട്ട് ഡിസൈൻ ലാബ്, പിന്നെ ഒരു റെമഡിയൽ അല്ലെങ്കിൽ മൈനർ കോഴ്സ്. അപ്പോൾ മൈനേഴ്സ് ആൻഡ് ഓണേഴ്സ് ഞാൻ ഓൾറെഡി വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊരു മൈനേഴ്സും വരും, S3യിലെ S4ലും മൈനേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് ആയിട്ട് ഒരു സബ്ജക്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിനകത്ത് മാത്സ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഇലക്ട്രിക്കൽ ഫിസിക്കൽ സയൻസുകാർക്ക് കോമൺ ആയിട്ട്, അപ്പൊ അതിന്റെ സിലബസ് ഡിസ്കഷൻ ഞാൻ ഓൾറെഡി വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി നമുക്ക് വരുന്ന സോളിഡ് സ്റ്റേറ്റ് ഡിവൈസും അനലോഗ് സർക്യൂട്ട്സും ലോജിക് സർക്യൂട്ട് ഡിസൈൻ ആണ് നമ്മുടെ കോർ സബ്ജക്ട് എന്ന് പറയുന്നത്. ഈ മൂന്നെണ്ണം. ഓക്കെ, ഏതൊക്കെയാണ്? സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ്, അതേപോലെ തന്നെ അനലോഗ് സർക്യൂട്ട്സ്, ലോജിക് സർക്യൂട്ട് ഡിസൈൻ. ഈ മൂന്ന് സബ്ജക്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്നിക്കൽ എക്സാംസിനോ ഗേറ്റ് എക്സാമിനോ ഒക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കോർ ആയിട്ട് അറിഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഇലക്ട്രോണിക്സിന്റെ കോർ പേപ്പേഴ്സ് ആണ്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് ഒക്കെ പറയുന്നത് ആക്ച്വലി ഒരു ന്യൂജൻ സബ്ജക്ട് ആണ്. അതെന്ന് വെച്ചാൽ ഇപ്പൊ വന്നിട്ടില്ല. അപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈസി ആയിരുന്നു. അപ്പൊ നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്ട് ഒന്നും ഈസിക്കാർക്ക് ഒന്നും പഠിക്കാനില്ല. അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റുകളാണ്. ദെൻ എക്കണോമിക്സ് ഫോർ എഞ്ചിനീയറിംഗ്, ഇതെന്ന് പറയുന്നത് നമ്മൾ എഞ്ചിനീയറിംഗ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് IBR പഠിച്ചതുപോലെയുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതേപോലെ എഞ്ചിനീയറിംഗ് എത്തിക്സ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ജനറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, കോമൺ ടു ഓൾ ബ്രാഞ്ചസ് ആയിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് വരുന്ന രണ്ട് ലാബ് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അനലോഗ് സർക്യൂട്ട്സിന് സർക്യൂട്ട് ലാബ്, ലോജിക് സർക്യൂട്ട് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു ലാബ് വരുന്നുണ്ട്. ഇനി നിങ്ങൾ മാർക്കിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സും SSDയും അനലോഗ് സർക്യൂട്ട്സിനും 40 ഇന്റേണൽ 60 എക്സ്റ്റേണൽ ആണ്. അതേസമയം ലോജിക് സർക്യൂട്ട് ഡിസൈനിൽ ശ്രദ്ധിച്ചോ, ഇവിടെ ഇന്റേണൽ മാർക്ക് 60യും എക്സ്റ്റേണൽ 40 ആണ്. അത് എന്തുകൊണ്ടാന്നുള്ളത് ഞാൻ അതിന്റെ സിലബസ് പറയുമ്പോൾ പറയാം. ബാക്കി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസും 40-60 വരെയാണ്. എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സ് ആ ഒരു സബ്ജക്ട് വരുമ്പോൾ അതിൽ 50-50 ആയിട്ടാണ് മാർക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ബാക്കി ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ അത് നോക്കുക. അപ്പൊ നമുക്ക് സിലബസ് നോക്കാം. ഓക്കെ, സോ മാത്സ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വേറൊരു വീഡിയോയിൽ അതിന്റെ സിലബസ് ഡിസ്കഷൻ ചെയ്തുകൊണ്ട് ഞാൻ ഇതിൽ മാത്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മളെ കോർ സബ്ജക്ട്സ് ആണ് ഇതിൽ പറഞ്ഞത്. ഫസ്റ്റ് SSD നോക്കാം. ഇപ്പൊ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു എന്താ പറയാ ഇലക്ട്രിക്കൽ സയൻസിന്റെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇലക്ട്രോണിക്സിനെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് എന്ന് പറയുന്നത്. ഫിസിക്സിന്റെ കുറെ അധികം ഇൻഫ്ലുവൻസ് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്.
അപ്പൊ ഇതിന്റെ സിലബസിൽ ഇങ്ങനെയാ വരുന്നത്. ഫസ്റ്റ് റിവ്യൂ ഓഫ് സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ്. പിന്നെ അതായത് ഈ സെമി കണ്ടക്ടറിന്റെ അകത്തുള്ള കാരിയർ ട്രാൻസ്പോർട്ട് എങ്ങനെയാണ്, ഡിഫറെന്റ് കാര്യങ്ങളൊക്കെ ഇൻഡെപ്തിൽ പഠിക്കേണ്ട ഒരു അനാലിസിസ്, അത് അല്ലെങ്കിൽ കുറെ ഡെറിവേഷൻസ് ഒക്കെ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. സെക്കൻഡ് മോഡ്യൂളും പി എൻ ജംഗ്ഷനും അതേപോലെ ബി ജെ ടിയും ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണും, പി എൻ ജംഗ്ഷൻ ഡയോഡും ബി ജെ ടി ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ എന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ആ പഠിച്ച പോലെ ജസ്റ്റ് അതിന്റെ വർക്കിംഗോ സ്ട്രക്ചർ അതല്ല, കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് അതിന്റെ പോലെ ഇലക്ട്രിക് ഫീൽഡ്, പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ജംഗ്ഷനിൽ എങ്ങനെയാണ് വരുന്നത്, ബേസ് വിത്ത് മോഡുലേഷൻ എങ്ങനെയാണ്, അതിന്റെ കറന്റ് കമ്പോണൻസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളത്. ദെൻ തേർഡ് മോഡ്യൂളിൽ മെറ്റൽ, സെമി കണ്ടക്ടർ കോണ്ടാക്ട്സ്, ഐഡിയൽ മോസ് കപ്പാസിറ്റർ, മോസ്ഫെറ്റ്, ഇതിന്റെയൊക്കെ വർക്കിങ്ങിന് ഉപരി നമ്മൾ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ടി വരും. ഫോർത്ത് മോഡ്യൂൾ മോസ്ഫെറ്റ് സ്കെയിലിംഗ്, ഷോർട്ട് ചാനൽ എഫക്ട്സ് ഇൻ മോസ്ഫെറ്റ്, മെസ്ഫെറ്റ്, ഫിൻഫെറ്റ് ഒക്കെയാണ്. അത് കുറച്ചും കൂടെ നമുക്കൊരു ലൈക്ക് അതിന്റെ ഓരോ കമ്പോണൻസിന്റെ ഒരു മാനുഫാക്ചറിംഗ് ലെവലിൽ, ഒരു ഹാർഡ്വെയർ ലെവലിലൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ ടെക്സ്റ്റ് ബുക്സ് ആണ്. ഇപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് സിലബസ് S3 to S7 കംപ്ലീറ്റ് സെമിസ്റ്ററിന്റെ സിലബസ് ഒക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സിലബസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് S3 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അപ്പൊ അതിൽ നമ്മൾ സിലബസ് എല്ലാം അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. എക്സാം ഡീറ്റെയിൽസും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ടെക്സ്റ്റ് ബുക്സും റെഫറൻസ് ബുക്സും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അത് നോക്കാം. നെക്സ്റ്റ് നമ്മൾ പറയുന്ന അനലോഗ് സർക്യൂട്ട്സ് ആണ്. സോ അനലോഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ കോർ സബ്ജക്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗേറ്റോ ടെക്നിക്കൽ എക്സാം ഏത് എക്സാം എടുത്താലും എന്തായാലും ഉണ്ടാവുന്ന ഒരു സബ്ജക്റ്റ് ആണ് അനലോഗ് സർക്യൂട്ട്സ്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റ് ആണ്. അതിൽ വരുന്നത് ഫസ്റ്റ് മോഡ്യൂൾ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്, ബി ജെ ടി മോസ്ഫെറ്റിന്റെ ബയസിംഗ്. സെക്കൻഡ് മോഡ്യൂളിൽ ആംപ്ലിഫയേഴ്സ് ആണ്, ബി ജെ ടി ആംപ്ലിഫയർ, മോസ്ഫെറ്റ് ആംപ്ലിഫയർ, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. അഗെയിൻ തേർഡ് മോഡ്യൂളിൽ ആംപ്ലിഫയേഴ്സിന്റെ കണ്ടിന്യൂവേഷൻ ആണ് വരുന്നത്, ലൈക്ക് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. പിന്നെ ഓസിലേറ്റേഴ്സ്, ആംപ്ലിഫയേഴ്സ് ആൻഡ് ഓസിലേറ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ജസ്റ്റ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യമേ ഇതിനകത്തില്ല. കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി അതിന്റെ അനാലിസിസും ഡെറിവേഷനും മനസ്സിലാക്കി പ്രോബ്ലംസ് ചെയ്യുക. അതൊരു തിയറി പേപ്പർ ആയിട്ട് മാത്രം കാണരുത്, പ്രോബ്ലംസും ചോദിക്കും. അപ്പൊ ആ രീതിയിൽ വേണം പഠിക്കാനായിട്ട്. പിന്നെ ഫോർത്ത് മോഡ്യൂൾ പവർ ആംപ്ലിഫയറും ലീനിയർ വോൾട്ടേജ് റെഗുലേറ്ററും ആണ് വരുന്നത്. അപ്പൊ അതിന്റെയും ടെക്സ്റ്റ് ബുക്സും റെഫറൻസ് ബുക്സും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബിടെക് നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെ വെച്ചാൽ മുന്നേ പഠിച്ച പോലെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് എന്തെങ്കിലും കുറച്ച് പഠിക്കുക അങ്ങനെയല്ല. നമുക്ക് പല ടെക്സ്റ്റുകളും റെഫർ ചെയ്യേണ്ടി വരും. ഓരോരോ ടോപ്പിക്സ്, ചിലപ്പോൾ ഒരു ടെക്സ്റ്റിൽ തന്നെ എല്ലാ ടോപ്പിക്സും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ഡിഫറെന്റ് ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്യേണ്ടി വരും. റെഫറൻസ് ബുക്സ് ഒക്കെ റെഫർ ചെയ്തിട്ട് വേണം, കുറച്ചധികം ഹാർഡ് വർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ കോർ സബ്ജക്ട്സ് ഒക്കെ പഠിക്കാനായിട്ട്. നെക്സ്റ്റ് വരുന്ന ലോജിക് സർക്യൂട്ട് ഡിസൈൻ. ലോജിക് സർക്യൂട്ട് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. അതിന്റെ വേറൊരു പേരാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ചിലപ്പോൾ ആ സബ്ജക്ട് അങ്ങനെ പേരിലും കാണാറുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്ന ഡിജിറ്റൽ സർക്യൂട്ട്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ലൈക്ക് ബൂളിയൻ ആൽജിബ്ര, അതായത് നമുക്ക് ഗേറ്റ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതേപോലെ ബൂളിയൻ ആൽജിബ്ര കോൺസെപ്റ്റ്, സം ഓഫ് പ്രോഡക്ട്സ് ഓഫ് സം സോപ്പ് ആൻഡ് പോസ്റ്റ് ഫോംസ് ആണ് പറയാ. പിന്നെ കെ മാപ്പ്. Then second module combination logic circuits like half adder, full adder, muxer, demuxer, encoder, decoder. അതേപോലെ തന്നെ വെരിലോഗ് HDL. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ്. നമ്മളിപ്പോ ഈ ഗേറ്റിന്റെ ഒക്കെ ഒരു ഹാർഡ്വെയർ നമ്മൾ എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റേഷൻ വരുന്ന സമയത്ത് നമ്മൾ അവിടെ HDL യൂസ് ചെയ്യണം, ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് യൂസ് ചെയ്യണം. അതാണ് ഈ വെരിലോഗ് അതുപോലെ VHDL എന്നൊക്കെ പറയാം. അപ്പൊ അതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് നമ്മൾ സി പ്രോഗ്രാമിംഗ് ഒക്കെ നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ അതേപോലെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണത്. അപ്പൊ അതും കൂടെ ഇതിനകത്ത് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആണ്, അതായത് ലാച്ച്, ഫ്ലിപ്പ് ഫ്ലോപ്പ്, കൗണ്ടർ, ഷിഫ്റ്റ് രജിസ്റ്റർ ഒക്കെ പഠിക്കാനുള്ളത് തേർഡ് മോഡ്യൂളും. ഫോർത്ത് മോഡ്യൂളിൽ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസും ലോജിക് ഫാമിലീസും ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ 4 മോഡ്യൂള്. അനലോഗ് സർക്യൂട്ട്സ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ലോജിക് സർക്യൂട്ട് ഡിസൈൻ. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ബിടെക് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് എക്സാമിന് പോയി കഴിഞ്ഞാലും ഈ 2 സബ്ജക്റ്റും എന്തായാലും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ 2 സബ്ജക്റ്റും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കണം. അതില് ഇനി ഈ ഒരു സബ്ജക്റ്റിന്റെ ഒരു ഇതാണ് ഞാൻ നേരത്തെ ആദ്യം സബ്ജക്ട്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അല്ലെ. അതായത് ഇവിടെ നമുക്ക് മാർക്സ് വരുന്നത് ഇന്റേണൽ മാർക്കിൽ 60 മാർക്കാണ് വരുന്നത്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു പ്രൊജക്ട് ചെയ്യേണ്ടി വരും. 30 മാർക്കിന് ഒരു പ്രൊജക്ട് ചെയ്യേണ്ടി വരും. അതിൽ കുറെ അധികം ടോപ്പിക്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പ്രൊജക്റ്റിനാണ് നമുക്ക് ഈ 30 മാർക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഇന്റേണൽ മാർക്ക് നമുക്ക് 60 ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ആ പ്രൊജക്ടിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കോളേജിൽ നിങ്ങൾക്ക് അതിനുള്ള ഗൈഡൻസ് കാര്യങ്ങളൊക്കെ തരും. അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെ ടെക്സ്റ്റ് ബുക്സും റെഫറൻസ് ബുക്സും ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്.
ഇനിയുള്ള സബ്ജക്റ്റ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു ന്യൂജൻ സബ്ജക്റ്റ് ആണ്, നമ്മൾ കോർ സബ്ജക്റ്റ് ഒന്നുമല്ല. പക്ഷെ നമുക്കിപ്പോ ഇപ്പോഴത്തെ ഒരു നമ്മുടെ ടെക്നോളജി അഡ്വാൻസ്മെന്റ് അനുസരിച്ചിട്ട്, ഡെവലപ്മെന്റ് അനുസരിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസുകാർ മാത്രം പഠിക്കുക എന്നുള്ളത് ഇന്ന് മാറിയിട്ട് മറ്റുള്ള ബ്രാഞ്ചുകാരും കൂടെ പഠിക്കണം എന്നുള്ള ഒരു ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സബ്ജക്ട് S3 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ നമുക്ക് AI ആൻഡ് മെഷീൻ ലേണിംഗിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് ഫസ്റ്റ് മോഡ്യൂൾ വരുന്നത്. പിന്നെ ഇതിന്റെ സിലബസിൽ മാത്രം നമുക്ക് ഓരോ മോഡ്യൂളിലും ഓരോ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബാക്കിയുള്ള സബ്ജക്ട്സിനൊന്നും അങ്ങനെ ഇന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഓരോന്നിനും ഓരോ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പൊ 4 മോഡ്യൂളിനും 4 ടെക്സ്റ്റ് ആണ് വരുന്നത്. അപ്പൊ അത് കൃത്യമായി റെഫർ ചെയ്തിട്ട് തന്നെ നിങ്ങൾ ഇത് പഠിക്കണം. സെക്കൻഡ് മോഡ്യൂൾ വരുന്ന മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ ഓഫ് AI ഡാറ്റാ സയൻസ്, അത് ടെക്സ്റ്റ് 1 കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് മോഡ്യൂളിൽ ടെക്സ്റ്റ് 2 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഇവിടെ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്ത് പഠിക്കാം. Then applied probability and statistics for AI and data science textbook 4 പറഞ്ഞിട്ടുണ്ട്. basics of data science textbook 5 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാത് ടെക്സ്റ്റുകൾ നോക്കിയിട്ട് തന്നെ നമ്മൾ ഇവിടെ പഠിക്കേണ്ടി വരും. ഓക്കെ അപ്പൊ ഇവിടെ ആ ടെക്സ്റ്റ് ബുക്സ് 5 ടെക്സ്റ്റ് ബുക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോരോ മോഡ്യൂളിലും ഏത് ടെക്സ്റ്റ് ആണോ വേണ്ടത് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് അതിനുള്ള പ്രോപ്പർ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ കോളേജിൽ നിന്ന് കിട്ടും. അപ്പൊ അതിനനുസരിച്ച് വേണം നിങ്ങളിത് പഠിക്കാനായിട്ട്. ഓക്കെ, പിന്നെ ബാക്കി അതിന്റെ ടെക്സ്റ്റ് ബുക്സ് കൂടാതെ കുറച്ച് റെഫറൻസ് ബുക്സും കൂടെ കൊടുത്തിട്ടുണ്ട്. ഫൈൻ. അപ്പൊ ഇത്രയാണ് വരുന്നത്. ബാക്കി പിന്നെ നമുക്ക് എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സ് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പിന്നെ അത് പറയാത്തത്. ദെൻ അനലോഗ് സർക്യൂട്ട്സും ലോജിക് സർക്യൂട്ടും ലാബ് ആണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഫുൾ നിങ്ങൾക്ക് PDF ആയിട്ട് തന്നെ അവൈലബിൾ ആയിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ സെമ്മിൽ ആരെങ്കിലും എക്സാം ടൈമിൽ മാത്രം പഠിക്കാം എന്ന് വിചാരിച്ചിരുന്നുണ്ട്, ഈ സെം മുതൽ അങ്ങനെ പോരാ. ആദ്യം മുതൽ കൃത്യമായി പഠിക്കുക. അതേപോലെ ഇന്റേണൽ മാർക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇന്റേണൽ മാർക്കിനെ നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം പോലെ തന്നെ സീരിയസ് ആയിട്ട് കാണുക, ആദ്യം മുതൽ തന്നെ പഠിക്കാം. അപ്പൊ ECയുടെ നമ്മൾ സെലക്ടഡ് സബ്ജക്ട്സ് ഒക്കെ നമ്മൾ റെക്കോർഡഡ് കോഴ്സ് ആയിട്ട് നമ്മൾ ലേണിംഗ് ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസിന് ജോയിൻ ചെയ്യാം. ഇനി ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും ഇൻഡിവിജ്വൽ ട്യൂഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ഒരിക്കലും ലാസ്റ്റ് ടൈമിൽ എക്സാമിന്റെ ടൈമിൽ പഠിക്കാം, ആ സമയത്ത് മാത്രം പഠിച്ചാൽ മതി എന്ന് വിചാരിക്കാതെ ആദ്യം മുതൽ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.